മലയാളത്തിലാണേ. ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ഡേറ്റും പിറന്ന നാളും വൃശ്ചികത്തിലെ ചിത്തിരയും നവംബർ 28 ഒരുമിച്ച് വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോവാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. കുറച്ച് എന്താ പറയുക 10 വർഷം മുമ്പുള്ള സാരിയാണ്, പക്ഷേ ഫ്രഷായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു. ഇനി എനിക്ക് വാച്ച് കെട്ടാൻ മാത്രമേ ഉള്ളൂ. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഈ നെക്ലസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള കമ്മൽ, ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അധികം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓട്ടോറിക്ഷ വരാം, ഓട്ടോറിക്ഷ കയറി പോവാം. അങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ കയറി നമ്മളിങ്ങനെ കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ചെറിയൊരു പാലത്തിലേക്ക് കയറണം. അതൊരു 2 വണ്ടിക്ക് പോകാൻ പാകത്തിനുള്ളൊരു സ്ഥലമേ ഉള്ളൂ കേട്ടോ. സൈഡിൽ ഇങ്ങനെ പമ്പയാറ് നല്ല ഇതായിട്ട് ഒഴുകുന്നുണ്ട്. നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ പറഞ്ഞ് നന്നായിട്ട് നിറഞ്ഞു ഒഴുകുമായിരുന്നു മഴ കാരണം. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന കാരണം കണ്ടോ, വെള്ളമൊക്കെ കുറവാണ്, പക്ഷെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകുന്ന ക്ഷേത്രമാണ് തൃക്കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. വീട്ടിൽ നിന്ന് കുറച്ച് പോകണേ. അങ്ങനെ നമ്മളിതാ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അയ്യപ്പന്മാരൊക്കെ വന്നിരിപ്പുണ്ട്. മണ്ഡലകാലമല്ലേ, അപ്പോൾ അയ്യപ്പന്മാർ പോണ വഴിക്ക് ഇവിടെ വിശ്രമിക്കാൻ കയറുന്നതാണ്. കുറേ പേര് അവിടെ കുളിക്കുന്നവരുടെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ടിരിക്കുന്നതുണ്ടോ. അപ്പോൾ നമുക്ക് പമ്പയാറിൻ്റെ ഭംഗിയൊന്നും ഞാൻ കാണിച്ചു തരാം. എത്ര കണ്ടിട്ടും എനിക്ക് മതിയായില്ല. എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ കണ്ടോ അയ്യപ്പന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഫ്രഷ് ആവുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ അതിന് മുതിർന്നില്ല. ഞാനിങ്ങനെ പമ്പയാറിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ എന്ത് രസമല്ലേ. ഇതൊക്കെ കണ്ട് ഞാൻ പോയി തൊഴുത് ഭഗവാനെ നന്നായിട്ട് കണ്ട് പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് പിന്നെ പുറത്തിറങ്ങി. അയ്യപ്പന്മാരുടെ ഇരുമുടിക്കെട്ട് അവിടെ ഉണ്ടായിരുന്നേ, കണ്ടോ, അതിലേക്ക് നാണയം വെച്ചു കൊടുത്തു. പിന്നെ അവിടെ തന്ന പ്രസാദം വാങ്ങിച്ച് തിരിച്ച് സംതൃപ്തയായി വീട്ടിലേക്ക് പോന്നു. ഇനി പാൽപ്പായസം കുടിക്കാം.